ജപ്പാനിൽ ഒരു കമ്പനി സമരം ചെയ്തു. അതൊരു കഥയാണ്, സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു ഷൂ കമ്പനിയിലെ സമരത്തെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഷൂ കമ്പനി എങ്ങനെ സമരം ചെയ്തത്? അവിടെ തൊഴിലാളികൾക്ക് വേതനമില്ല. ഒരു ദിവസം അവർ സമരം പ്രഖ്യാപിച്ചിട്ട് അവരെന്താ ചെയ്തത്? ഒരു കാലിലെ ഷൂ നിർമ്മിച്ചു തുടങ്ങി. കമ്പനി എല്ലാ ദിവസവും വർക്കിംഗ് ആണ്, തൊഴിലാളികൾ ഓഫീസിൽ വരുന്നുണ്ട്. അവർ ഒരു കാലിലെ ഷൂ ഉൽപ്പാദിപ്പിക്കുന്നു, മറ്റേ കാലിലെ ഷൂ ഉൽപ്പാദിപ്പിക്കുന്നില്ല. സമരം 10 ദിവസം നീണ്ടു. കമ്പനി അവരുടെ ആവശ്യം കേട്ടു, അവരുടെ ആവശ്യം അംഗീകരിച്ചപ്പോൾ ആ തൊഴിലാളികൾ എന്ത് ചെയ്തു? എക്സ്ട്രാ ടൈം എടുത്തിട്ട്, ദിവസം ചെയ്ത ജോലിക്ക് പുറമെ എക്സ്ട്രാ ടൈം എടുത്തിട്ട് അവർ നിർമ്മിച്ചു വെച്ച ആ ഒരു കാലിലെ ഷൂവിൻ്റെ മറ്റേ കാലിലെ ഷൂ കൂടെ അവർ നിർമ്മിച്ചു. എന്തിനാണ് അവർ നിർമ്മിച്ചതെന്നറിയാമോ? അവർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ 10 ദിവസം അടച്ചിട്ട് സമരം ചെയ്താൽ ഈ കമ്പനി തകർന്നു പോകും, ഞങ്ങൾക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, ശമ്പളമില്ല. അപ്പം ഞങ്ങൾ ഈ കമ്പനി ഞങ്ങൾക്ക് തരുന്ന സൗകര്യം ഉപയോഗിച്ച് ഞങ്ങൾ ഒരു കാലിലെ ഷൂ നിർമ്മിച്ചു, മറ്റേ കാലിലെ ഷൂ കൂടെ നിർമ്മിച്ചപ്പോൾ ആ ചെരുപ്പ് ഉപയോഗയോഗ്യമായി മാറി. ഇങ്ങനെയുള്ള സമരങ്ങൾ, അതായത് ചെറുപ്പക്കാരെ, ജനങ്ങളെ ആകർഷിക്കുന്ന സമര മുറകളിലേക്ക് മാറുന്നതിന് പകരം ഇപ്പോഴും ഈ പ്രാകൃത രീതി, ഒരു മനുഷ്യൻ അറ്റാക്ക് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ആശയപരമായിട്ടാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും എൻ്റെ ആശയം നീ അംഗീകരിച്ചോണമെന്ന് പറഞ്ഞ് നിന്നെ ബോധവൽക്കരിക്കാം, നിന്നെ സമാധാന മാർഗത്തിലൂടെ നിന്നെ ക്യാമ്പയിൻ ചെയ്യാം, നിൻ്റെ വീട്ടിൽ വന്ന് ഡോർ ടു ഡോർ ഇരുന്ന് സംസാരിക്കാം. പക്ഷേ നിൻ്റെ ശാരീരികമായ ക്ഷമത നിനക്ക് കൂടുതലാണ്, സംഘബലം നിനക്ക് കൂടുതലാണ്, നിനക്ക് കൂടുതൽ എന്നെ ഭീഷണിപ്പെടുത്താൻ നിനക്ക് സാധിക്കും, നിനക്ക് ഭയമാണ് എന്ന രീതിയിൽ എൻ്റെ സമരത്തിൻ്റെ ആശയം എൻ്റെ മുകളിൽ, അല്ലെങ്കിൽ നിൻ്റെ സമരത്തിൻ്റെ ആശയം എൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് പ്രാകൃതമാണ്, അത് അപരിഷ്കൃതമാണ്, മൃഗങ്ങൾ പോലും അത് ചെയ്യാറില്ല. അതിനെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്.